ഇപ്പോൾ വരുന്ന ഒരു അപകട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീണ വിദ്യാർത്ഥിക്ക് പരിക്ക്. ഫെബിൻ ഫെഡ്രിക് എന്ന വിദ്യാർത്ഥിയുടെ വലതു തോളിന്റെ എല്ലിനാണ് പരിക്കേറ്റത്. വെല്ലിംഗ്ടൺ ദ്വീപിൽ വെച്ച് ബസ് വളയ്ക്കുമ്പോൾ തുറന്നുകിടന്ന പിൻവാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല. രക്ഷിതാക്കളുടെ പരാതിയിൽ തോപ്പുംപടി പോലീസ് കേസെടുത്തു. ദൃശ്യം. രാംഷ സി പി ചേരുന്നു. രാംഷ, ദൃശ്യത്തിൽ വ്യക്തമാണ് ആ ബസിന്റെ മുന്നിലുള്ള ഡോറും അടച്ചിട്ടില്ല, പിന്നിലുള്ള ഡോറും അടച്ചിട്ടില്ല. യാത്രക്കാരുമായി പോകുന്ന ഒരു ബസിന്റെ കാഴ്ചയാണിത്. നോക്കൂ, ആ വിദ്യാർത്ഥി തെറിച്ചു വീഴുന്നുണ്ട്, പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രത്തോളം ഉണ്ട് പരിക്ക്? ഇതിൽ ഗുരുതര വീഴ്ച ബസിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും റോഷ്നി, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടന്നത്. വൈകുന്നേരം 5:30 ഈ സംഭവം നടക്കുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ഈ സംഭവം, ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള ഒരു അപകടം നടന്നത്. ഈ ബസ് വളരെ പെട്ടെന്ന് വളച്ചെടുത്തപ്പോൾ ഈ ബസിന്റെ പിറകിൽ നിന്നും ഈ ഡോർ അടക്കാത്തത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം വലിയൊരു അപകടമാണ് ഒഴിവായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കുട്ടിക്ക് വലിയ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നതാണ് അത്ഭുതകരമായ ഒരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത്രയും ഭീകരമായൊരു ദൃശ്യമാണ്, ഭയാനകമായൊരു ദൃശ്യമാണ്. കുട്ടിയുടെ തോളെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഈ ബസ്സിലെ ജീവനക്കാർ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഏതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആലുവ തോപ്പുംപടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബസ്സിലെ ജീവനക്കാരുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ട് എന്നത് കൂടിയാണ്. അൻസായി എന്നതാണ് ഈ ബസ്സിന്റെ പേര്. ഈ ബസ് നേരത്തെ സാധാരണഗതിയിൽ തന്നെ ഇങ്ങനെ ഡോർ അടക്കാതെയാണ് സർവീസ് നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ നിലയിലാണ് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ ഈ ബസ് ഇങ്ങനെ ഡോർ തുറന്നിട്ടുകൊണ്ടാണ് ഈ യാത്ര മുഴുവൻ നടത്താറ് എന്നതാണ്. നിയമപ്രകാരം ഈ ഡോറുകൾ അടച്ചു വേണം ഇവർ യാത്ര ചെയ്യാൻ. യാത്രക്കാർ കയറിയതിനു ശേഷം പിന്നിലെ ഡോറും അതോടൊപ്പം ഫ്രണ്ട് ഡോറും അടച്ചിട്ട് വേണം ബസ് മുന്നോട്ടെടുക്കാൻ എന്നതാണ് നിയമം. പക്ഷേ ഈ ബസ് പൂർണ്ണമായും നിരുത്തരവാദിത്തപരമായാണ് ഈ ബസ് ജീവനക്കാർ പെരുമാറിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫെബിൻ ഫെഡ്രിക് എന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥി തലനാരിഴക്കാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തോളെല്ലിന് ഈ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു കൃത്യവിലോപം തന്നെയാണ്. അല്ലെങ്കിൽ അശ്രദ്ധമായി ഇവർ ബസ് കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ പെട്ടെന്ന് ബസ് ഒടിച്ച് വളച്ചെടുത്തു എന്നത് മാത്രമല്ല, ബസിന്റെ ഡോർ ലോക്ക് ചെയ്യാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. നമുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം, പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു മത്സരയോട്ടത്തെ സംബന്ധിച്ചെല്ലാം നിരന്തരം നമ്മൾ വാർത്തകൾ നൽകുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ആളുകളെ ഇറക്കാനും കയറ്റാനും വേണ്ടി ബസിന്റെ ഡോർ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായൊരു വീഴ്ച ഈ ബസ് ജീവനക്കാർ വരുത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ നടപടികൾ ഇതിൽ വേണ്ടതുണ്ട്. ഈ കുട്ടി വീണു, ഈ കുട്ടിയെ ചികിത്സിക്കാൻ ആശുപത്രിയിലേക്ക് പ്രാഥമികമായ ചികിത്സ നൽകാൻ എത്തിച്ചില്ല എന്നത് മാത്രമല്ല, ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായി അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിനും ഇങ്ങനെ കൈകാര്യം ചെയ്തതിനും ഇവർക്കെതിരെ നിയമ നടപടികൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, ബസ്സിന് എന്തായാലും ഗുരുതരമായ വീഴ്ച അതിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കാരണം ഡോറ് തുറന്നിട്ടാണ് ഇങ്ങനെ ബസ്സുകൾ ഓടുന്നത്. എത്രയോ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന എത്രയോ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും പഠിക്കില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും ഈ കാണുന്നത്.